വിസ്മയ മോഹൻലാലിൻ്റെ ആദ്യ സിനിമ മാർഷൽ ആർട്സ് ഇത്ര മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു. മാർഷൽ ആർട്സ് പഠിച്ച വ്യക്തി എന്ന രീതിയിൽ വിസ്മയയുടെ പ്രകടനം ഈ സിനിമയിൽ ഏറ്റവും മികച്ചു തന്നെ നിൽക്കുന്നു. ഇൻ്റർവ്യൂവിൽ കാണുന്ന പോലുള്ള ശരീരത്തിൻ്റെ ഇളക്കങ്ങൾ ഈ സിനിമയിലില്ല. കഥാപാത്രത്തിന് വേണ്ടി ആ വിസ്മയ എന്ന് പറയുന്ന മായ മോഹൻലാലിൻ്റെ മകൾ മാറിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ശരീരത്തിൻ്റെ മെയ് വഴക്കം മോഹൻലാലിനെ പോലെ തന്നെ വിസ്മയയ്ക്കും കിട്ടിയിരിക്കുന്നു എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പ്രേക്ഷകർക്ക് വിസ്മയുടെ ആക്ഷൻ സീക്വൻസ് വളരെയധികം ഇഷ്ടപ്പെട്ടുവെന്നും ലാസ്റ്റ് സീനുകളിലുള്ള ആക്ഷൻ എടുത്തു പറയേണ്ടതാണെന്നുമാണ് പ്രത്യേകം പറയുന്നത്. വിസ്മയ മോഹൻലാലിന് അഭിനയിക്കാൻ സാധിക്കൂ, അതായത് ഇൻ്റർവ്യൂ കണ്ടിട്ട് ആൾക്കാർ ചോദിച്ച ചോദ്യമാണ്. പക്ഷേ സിനിമയിൽ വിസ്മയ മോഹൻലാലിന് മാത്രമേ ഇതുപോലെ ചെയ്യുവാനായിട്ട് സാധിക്കൂ എന്ന് പ്രേക്ഷകർ പറയുന്നു. അതുപോലെ തന്നെ ആൻ്റണി പെരുവാമ്പാവൂറിൻ്റെ മകനാണ് ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ടുന്ന വ്യക്തി. ആഷിഖ് എന്ന് പറയുന്ന ആ വ്യക്തി ഏറ്റവും മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു, ഞെട്ടിച്ച് കളഞ്ഞിരിക്കുന്നു എന്നാണ് പ്രേക്ഷകർ പറഞ്ഞിരിക്കുന്നത്. കിഴക്കൻ പശ്ചാത്തലവും ഏരിയയുമായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെ നമുക്ക് വളരെയധികം ഇഷ്ടമാണ്. ആ സ്ഥലത്ത് നിന്നുകൊണ്ട് കഥ പറയുന്ന ഈ സിനിമ വളരെയധികം നല്ല മെസ്സേജും കൂടി സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഏറ്റവും ഒരു ഉയർച്ച നൽകുന്നതായിട്ടുള്ള കാര്യമായിട്ടും വിസ്മയ എന്ന നടിയിലൂടെ ഈ സിനിമ പോകുന്നതുകൊണ്ട് ലേഡീസ് കഥാപാത്രമായിട്ട് ഏറ്റവും മികച്ച സ്ത്രീ കഥാപാത്രമായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്തു തന്നെയായാലും നിസ്സംശയം പറയാൻ പറ്റും, ഈ സിനിമ വിസ്മയുടെ തുടക്കം എന്ന് മാത്രമല്ല ഈ സിനിമ ഒരു വലിയ വിജയം എന്നൊരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നു. അതിൻ്റെ കൂടെ മോഹൻലാലിൻ്റെ ഒരു കാമിയോ ഉണ്ട്. അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നതും എന്ന് പറയേണ്ടത് ഈ സിനിമയുടെ നട്ടെല്ല് തന്നെയാണ്. വെറും ഒരു വരവായിരുന്നില്ല, അഭിനയിക്കുവാൻ അറിയാവുന്ന ഒരു നടിയുടെ വരവായിട്ട് ഈ സിനിമയെ കാണാം വിസ്മയുടേത്. ആക്ഷൻ ഏറ്റവും മികച്ച രീതിയിൽ പ്രത്യേക സ്റ്റൈലിഷ് ലെവലിൽ വിസ്മയ ആക്ഷൻ ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഗ്രാമീണ പശ്ചാത്തലത്തിൻ്റെ മനോഹാരിത ക്യാമറയിലൂടെ പകർത്തുകയും സംവിധായകനായ ജൂഡ് വളരെ മനോഹരമായിട്ട് തന്നെ ഈ സിനിമയെ വ്യത്യസ്തമാക്കിയിരിക്കുന്നതെന്നും എടുത്തു പറയാനായിട്ട് സാധിക്കുന്നു. BGM തുടരും എന്ന സിനിമയ്ക്ക് ശേഷം വളരെ മനോഹരമായിട്ട് തനിക്ക് ചെയ്യാനായി കഴിഞ്ഞിരിക്കുന്നുവെന്ന് സംഗീതം നൽകിയിരിക്കുന്ന വ്യക്തിയും പറഞ്ഞിരിക്കുന്നു. എന്തു തന്നെയായാലും പ്രേക്ഷകർ ഓരോ സീനും കാത്തിരുന്ന് ആ സിനിമയെ വളരെ ത്രില്ലിങ്ങോടുകൂടി കണ്ടു തീർക്കാവുന്ന ഒരു സിനിമയായിട്ട് തുടക്കം എന്ന് പറയുന്ന സിനിമ മാറിയിരിക്കുന്നു.